ഈ കൊറോണ കാലത്ത് ഒട്ടനവധി വൈറൽ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു കുഞ്ഞു കുട്ടിയും ആനയും തമ്മിലുള്ള സൗഹൃദം വളരെ പെട്ടെന്നാണ് വൈറലായത്. അതുകൊണ്ട് തന്നെ ആ ദൃശ്യം മലയാള വാർത്ത നിങ്ങൾക്ക് വേണ്ടി റീക്രിയേറ്റ് ചെയ്യുകയാണ്. വളരെ രസകരമായ ഒരു കാഴ്ച. വീണ്ടും വീണ്ടും കാണാൻ തോന്നുകയാണ് ആ ദൃശ്യങ്ങൾ. ഉമ എന്ന ആനയെ ഭാമയ്ക്ക് വിശ്വാസമാണ്. അത്രത്തോളം അടുപ്പം തന്നെയാണ് ഇവർ രണ്ടുപേരും തമ്മിൽ എന്ന് തന്നെയാണ് അവളുടെ അച്ഛനും പറയുന്നത്. വളരെ സന്തോഷമോടോ. ഒരു ദിവസം കൊണ്ടാണ് ഇത് ഇത്രയും വരെ എത്തിയത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും നമ്മളൊരു സ്വപ്ന ലോകത്ത് തന്നെയാണ് ശരിക്കും. എൻ്റെ ഒരു കൂട്ടുകാരൻ യാദൃശ്യമായിട്ട് ഇവിടെ വന്നു, വിഷ്ണു എന്ന പേര്. അപ്പം ഇവിടെ മഴ പെയ്ത ഇവിടെയൊക്കെ വെള്ളം, പാറ്റിന്ന് വെള്ളം ഇറങ്ങി. അപ്പം വെള്ളത്തിൽ ആനയും മോളും കൂടെ കളിക്കുന്ന കണ്ടപ്പം അവനൊരു തോന്നിയൊരു കൗതുകമാണ് ടിക്ടോക്കിൽ ഇട്ടിട്ട് അത് ഇത്രയും ഇവിടം വരെ എത്തിച്ചതിൽ വളരെ സന്തോഷം. ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഇത് കണ്ട് ഉടനെ തന്നെ പ്രവീണ ചേച്ചി വന്നു, സിനിമ നടി പ്രവീണ ചേച്ചി വന്നു, സംസാരിച്ചു എടുത്തു. അത് പലരും ഒത്തിരി ഫോൺ കോൾസൊക്കെ വന്നിട്ടുണ്ട്. പലരും നല്ല അഭിപ്രായം. പലർക്കും ഒരു സംശയമുണ്ട്, ഇത് ഞാൻ ചെയ്യിച്ചതാണ്, ഇത് എങ്ങനെയാണ്, ഇത് സത്യാവസ്ഥ എന്ന്. ഇപ്പം കുറേ ദിവസം കൊണ്ട് ഞാൻ ടിക്ടോക്കിൽ പിന്നെ ഇതിൻ്റെ കൂടുതൽ വീഡിയോസും ഇനിയിപ്പോൾ നിങ്ങളുടെ വീഡിയോസൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് നല്ലൊരു പ്രതീക്ഷയുണ്ട്. കാരണം ഇന്നും നമ്മൾ കണ്ടു ഒരു ആനയുടെ ദുരവസ്ഥകൾ. അതൊന്നും ആരും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. അതെന്താ അതിൻ്റെ സത്യാവസ്ഥ എന്ന് എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ 40% ആനയും മോളുമായിട്ടൊക്കെ തന്നെയാണ് സ്പെൻഡ് ചെയ്യുന്ന സമയം അതാണ്. അപ്പം ഇന്നലെ നാളെ നമുക്കിതിനെ സംരക്ഷിക്കാൻ പറ്റുമെങ്കിൽ പോലും നമ്മൾ അതിനെ സുരക്ഷിതമായ കൈകൾ ഫോറസ്റ്റിനെ ഏൽപ്പിക്കുക അങ്ങനെ. കാരണം നമ്മൾ നോക്കുന്നിടത്തോളം കാലം ഇവള് നല്ല ഫ്രണ്ട്ലി ആയിട്ട് എന്താ പറയുക, വീട്ടിലൊരു കുട്ടിയായിട്ട് തന്നെ ആയിരിക്കും. മുഖത്ത് ചെറിയൊരു മന്ദഹാസം, മനസ്സിൽ ഒരു തരി ഭയം പോലുമില്ല. അവൾ ആർത്തുല്ലസിൽ നടക്കുകയാണ്. അതിനു പിന്നാലെ അനുഗമിച്ചുകൊണ്ട് ഉമ എന്ന കുട്ടിയാനയും. അങ്ങനെ കുഞ്ഞ് 1.5 വയസ്സായുള്ളൂ, എന്നിട്ട് ഒരു ഇത്രത്തോളം സൗഹൃദം എങ്ങനെയാണ്? അതെങ്ങനെയാണെന്ന് വെച്ചാലേ, എൻ്റെ കല്യാണമൊക്കെ ഈ അടുത്തിടെയായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കുഞ്ഞിനൊരു 3 മാസമായപ്പോൾ തന്നെ ആന ദിവസം വെള്ളം കുടിക്കാൻ ജനലിൽ കൂടെ ഓട്ട കണ്ടിട്ട് ആന നോക്കും. അങ്ങനെ മോളും കിടന്നുകൊണ്ടിങ്ങനെ നോക്കും, കുറേശ്ശെ ജനലിൽ കൂടെ തുടിക്കുമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇവിടെ എഴയാറൊക്കെ ആയപ്പോൾ ഇവളൊന്ന് ജസ്റ്റ് ആനയടുത്തൊക്കെ പോയി തൊട്ടും പിടിച്ചും. ആദ്യമൊക്കെ ഞാനും കൂടെ പോയി നിൽക്കുമായിരുന്നു. പിന്നെ വൈകിട്ട് ഇവിടെ ചോറ് കൊടുക്കാൻ വരുമ്പോൾ എൻ്റെ കൂടെ മോളും കൂടെ വരും. അപ്പം മോളിങ്ങനെ അടുത്ത കൂട്ടരൊക്കെ വന്നിങ്ങനെ നമുക്ക് നോക്കി അങ്ങനെ ഒരു ദിവസം എനിക്കൊരു സംശയം തോന്നി, ഇവർ തമ്മിൽ നമ്മളെയും കാട്ടിൽ ഫ്രണ്ട്സാണോ സംശയം തോന്നിയിട്ട് ഞാൻ ആന അവിടെ നിന്നിട്ട് ഞാൻ പതുക്കെ ഇങ്ങനെ മാറി ഇങ്ങനെ നോക്കിയപ്പോൾ പതുക്കെ മോള് പോയി ആനയുടെ തുമ്പിക്കൈ തടവുന്നു. ആനയും മോളെ തലയിലൊക്കെ ഒന്ന് തൊട്ടൊന്ന് നോക്കി നോക്കുന്നു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഞാനങ്ങ് എനിക്ക് പിന്നെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നോക്കുന്നതിനെക്കാട്ടി നന്നായിട്ട് ആന നോക്കുന്നുണ്ട് കേട്ടോ. മോളെ ദേഹത്തൊന്നും തട്ടാതെ മുട്ടാതെ മോളെ അടുത്തൂടെ വരുവാണെങ്കിൽ കാലൊക്കെ മാറ്റി ഒതുക്കി വെച്ച്. ഇപ്പം മനസ്സിലായി ഈ വീട്ടിലൊരു കുട്ടിയാണ് മോളെന്ന് ആനയ്ക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ മാത്രമല്ല, ആന ഇപ്പം പൂരപ്പറമ്പുകളിലൊക്കെ പോകുമ്പോൾ ആനയെ കാണാതിരിക്കുമ്പോൾ ഞാനും മോളും കൂടെ ആനയെ കാണാൻ വേണ്ടി പോകും. ഉടനെ മോളുടെ കാലിൽ ആന ഇക്ലിയാക്കും. മീൻസ് അങ്ങനെ എവിടെ വെച്ച് കണ്ടാലും ഓക്കെ. ആദ്യത്താണോ അതോ? അല്ല, എൻ്റെ ആദ്യത്താണ്. ഞാനൊരു കൗതുകം കൊണ്ട് കൊണ്ടുവന്നതാണ്. കാരണം ആദ്യം കുടുംബത്തിൽ എല്ലാവരും ഭയങ്കര എതിർപ്പായിരുന്നു. പിന്നെ ഇവള് കാരണമാണ് എനിക്കിപ്പം ഇവിടെ ഇതൊരു റെസിഡൻസ് ഏരിയയാണ്. ഇവിടെ ആയാലും വീട്ടിലായാലും എല്ലാവരും ഇപ്പം എന്നെ നല്ല സപ്പോർട്ടാണ്. കാരണം ഇനിയിപ്പം എന്തെങ്കിലും എനിക്കിപ്പോൾ കൊറോണ സമയത്ത് തന്നെ ഒത്തിരി ബുദ്ധിമുട്ട് വന്നപ്പോൾ എല്ലാവരും സഹായിച്ചു. കാരണം എല്ലാവർക്കും ഇവിടുന്ന് പറഞ്ഞപ്പോൾ ജീവനാണ്. ഈ വീഡിയോ ഇറങ്ങിയ ശേഷം അങ്ങനെയാണോ? അല്ല, എൻ്റെ വീട്ടിലും ഈ റെസിഡൻസിലൊക്കെ നേരത്തെ, കാരണം ഈ റെസിഡൻസ് ഏരിയയിൽ ആയാലും ഒരാൾ പരാതി പറഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ വെച്ചുകൊണ്ട് മീൻസ് ബുദ്ധിമുട്ടല്ല. പക്ഷെ ഇവിടെ റെസിഡൻസിലെല്ലാം
എല്ലാം നല്ല സപ്പോർട്ടാണ്. ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ ആയാലും ഇവിടുത്തെ നാട്ടുകാരായാലും. സത്യം ഇപ്പോൾ 2 ദിവസം ആന റോഡിൽ കണ്ടില്ലെങ്കിൽ അവർ അന്വേഷിച്ച് ഇവിടെ വരും, എന്താ കണ്ടില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെ പൂരപ്പറമ്പിൽ പോയി ആൾക്കാർ കാണും. പിന്നെ കണ്ട് ഇവിടെ ഒരു 2 വല്യമ്മമാരാണ് ഇവിടെ അടുത്ത് താമസിക്കുന്നത് ഈ വസ്തുവിൽ. ആ 2 അമ്മമാർക്കും ഇവിടെന്ന് പറഞ്ഞ ജീവനാണ്. അപ്പോൾ ഇവിടെ മൊത്തം എൻ്റെ മാത്രമല്ല കേട്ടോ, ഞാനാൽ ഇവിടെ വന്നൂന്നേ ഉള്ളൂ. ഇപ്പോൾ ഇവിടുത്തെ കാര്യമായിട്ട് അവൾ മാറി. തീർച്ചയായും വളരെ സൗഹൃദം തന്നെയാണ് ഉമ്മയും അതോടെ തന്നെ ഫാമയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ വളരെ സ്നേഹത്തോടെ തന്നെയാണ് ഫാമയും ഉമ്മയും അതോടൊപ്പം തന്നെ ചേർന്നുള്ളത്. ഈ സൗഹൃദം എന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മലയോരത്തേക്ക് വേണ്ടി ദിലീപ് പി. കുമാർ.